നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBF-ൻ്റെ മറ്റൊരു മീറ്റിങ്ങിനായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് വചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകളാണ്. കൊട്ടാരക്കര തന്നെയും വിശേഷാലയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുല്ലാന്നുള്ള സഭയിലെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്കറിയാം പ്രാർത്ഥനയുടെ ആവശ്യകത വളരെ വലുതാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുകയും കുഞ്ഞുങ്ങൾ പാട്ടുപാടുകയും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില ആലോചനകൾ കർത്താവിൻ്റെ ദാസൻ നമുക്ക് തരികയും ചെയ്യുന്നതാണ്. ദൈവസേനയിൽ നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി ചെങ്കച്ചോളയിൽ നിന്നും കടന്നു വന്ന പ്രിയ സഹോദരൻ ജിജിനെ ക്ഷണിച്ചോളും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ്, വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കർത്താവ് അവിടുന്ന് മുഖാന്തരം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് അതിനുശേഷം വിശ്രമിച്ച ശേഷം TBF-ൻ്റെ ഭാഗമായി നടത്തുന്ന ഈ മീറ്റിംഗ് കർത്താവെ ഇന്നും ദൈവം നടത്തുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെക്കുറിച്ച് ആ മഹത്വത്തെ വർണ്ണിക്കുവാൻ കർത്താവെ അവിടുന്ന് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ചെയ്തിരിക്കുന്ന അനേക ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ഓർത്താലും മതി വരികയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും കർത്താവിനെ കൂടുതലായി അന്വേഷിച്ച് കണ്ടെത്തുവാൻ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവെ അനേക ദൈവിക സന്ദേശമായിരിക്കുന്ന പ്രത്യേക ദാസൻ, കർത്താവ് ഗാന ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തോടു കൂടെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ കർത്താവെ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്നവരെയും കർത്താവെ കടന്നു വന്ന ദൈവവചനം കേട്ട് ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ച് ദൈവവചന നിശ്ചയത്തോടെ കടന്നു പോകുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തെ ബലപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഈ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളെ ഹൃദയത്തിന്, ഞങ്ങളുടെ ആത്മാവിനെ കൂടുതലായി ശക്തിപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി അവിടുത്തെ കർത്താവെ ഇന്നത്തെ മീറ്റിങ്ങിനെ ദൈവം കർത്താപിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേൾക്കണമെന്നുള്ള നല്ല പിതാവാം ദൈവമേ, ആമേൻ. ഇന്ന് പകൽ സമയം നാം വിവിധ സാഹചര്യങ്ങളിലായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കർത്താവിനെ പോലെ ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും സ്തുതിക്കും യോഗ്യൻ മറ്റാരുമില്ല. എത്ര തന്നെ അവനെ മഹത്വപ്പെടുത്തിയാലും എത്ര തന്നെ അവനെ സ്തുതിച്ചാലും അത് ഒട്ടും അധികമാകുകയില്ല. അതുപോലെ അവൻ യോഗ്യനാണ്. നമ്മുടെ കർത്താവിൻ്റെ നിരവധിയായ ഗുണവിശേഷങ്ങൾ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ പാടുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഗാനം പാടിക്കേൾക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഗുണവിശേഷങ്ങളെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. അവൻ എന്ത് വാക്ക് പറഞ്ഞാലും എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് വള്ളി പുള്ളി വിടാതെ അതുപോലെ പാലിക്കുവാൻ വിശ്വസ്തനാണ്, പ്രാപ്തനാണ്, മാറാത്തവൻ, വാക്കു മാറാത്തവൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഇപ്പോൾ നമുക്ക് പാടിക്കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ ഫേബ ജോയ് നമുക്ക് വേണ്ടി ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നതാണ്. കൂടെ ഉണ്ട്
ഗാനം കൂടെ നമുക്ക് പാടി കേൾക്കാം. പുല്ലാന്തല സഭയിലെ അക്സ നമുക്ക് വേണ്ടി എപ്പോഴാണ് ഗാനം ആലപിക്കുന്നത്. ജീവനേ എൻ ജീവനേ നമോ നമോ, ജീവനേ എൻ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, ജീവനേ എൻ ജീവനേ നമോ നമോ, ജീവനേ എൻ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ. പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ, പാരിതിൽ നരനായുദിച്ച പരാപരപ്പൊരുളേ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, ജീവനേ എൻ ജീവനേ നമോ നമോ, ജീവനേ എൻ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ. സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ, ജീവനച്ചവരിൽ കനിഞ്ഞ നിരാമയ വരദാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, ജീവനേ എൻ ജീവനേ നമോ നമോ, ജീവനേ എൻ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദപ്രദനാം കൃപാകരാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ, നീ വാ വാ വാനോ വാഴ്ത്തും നായകാ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര ശ്രേഷ്ഠനാണ്, എത്ര മതിയായവനാണ്. എപ്പോഴും വാഴ്ത്തുവാൻ പുകഴ്ത്തുവാൻ അവൻ യോഗ്യനാണല്ലോ. തുടർന്ന് അല്പസമയം നമുക്ക് ദൈവവചനത്തിൻ്റെ ആലോചനകൾക്കും വേണ്ടി ചെവി ചായ്ക്കാം. പ്രസ്താവിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമുക്ക് ആവശ്യമായ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നാം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരിക്കലൊരു സെൻറ്ററിൽ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിൽ ഒരു മത്സരം നടത്തി, പ്രാർത്ഥനാ മത്സരം. പിന്നീട് അങ്ങനെ ഒരു മത്സരം നടത്തിയിട്ടില്ല. എന്നാൽ അന്നത്തെ ഒരു വിഷയം ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരാണ്, അതാണ് ആ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ, ആ പ്രാർത്ഥനാ മത്സരത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്ക് വന്നു അവർക്കറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു വിട്ടു.
മുമ്പിൽ 2-3 ജഡ്ജസ് ഒക്കെ ഇരിപ്പുണ്ട്. അവർ മാർക്കിടാനിരിക്കുകയാണ്. ഒരു അല്പം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾ മുമ്പിൽ വന്ന് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ആ പ്രാർത്ഥന കണ്ണുനീരിലേക്ക് വഴിമാറി. അവൾ വളരെ കരച്ചിലോടുകൂടെ നല്ല ശബ്ദത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവിടെ കൂടി നിന്ന ആളുകൾ പലതും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. അവരെല്ലാം സൈലൻ്റായി. മാർക്കിടാനിരുന്ന ആളുകൾ ആ പേപ്പറിനകത്ത് വെച്ച് ആ ബുക്ക് മടക്കി വെച്ചു. ഒരു വലിയ നിശബ്ദത അവിടെ വന്നു. ആരും പറയാതെ അവിടെ ഇരുന്ന ആളുകളെല്ലാം കണ്ണുകൾ അടച്ചു. ആ കുട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളുടെ എല്ലാം കണ്ണിൽ നിന്ന് കണ്ണ് നിറയാനായിട്ട് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അല്പം മുമ്പോട്ട് പോയപ്പോൾ ആ കുട്ടിയുടെ പ്രാർത്ഥന അതാ വലിയ സമൂഹത്തിൻ്റെ പ്രാർത്ഥനയായി മാറി. അങ്ങനെ ആ മത്സരം ക്യാൻസലായി. ആ പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ കേട്ടത്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ അവിടെ സംഭവിച്ചേ? ഒരു മത്സരം തുടങ്ങിയതാണ്, പക്ഷേ ആ പ്രാർത്ഥന, ആ പെൺകുട്ടി ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ആ പ്രാർത്ഥന മുമ്പോട്ട് പോയപ്പോൾ അവിടെ കൂടിയിരുന്ന സകല ദൈവമക്കളും ആത്മാവിൽ നിറഞ്ഞ് ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ആ പ്രാർത്ഥന ഒരു ശരിയായ പ്രാർത്ഥനയായിട്ട് തീർന്നു. പലപ്പോഴും നാം ചിന്തിക്കും, ഒരാൾ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ, നമുക്കെന്താ? അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ പറയുന്നു, പിന്നെ ഇരുന്നല്ലേ പറ്റൂ, നമ്മൾ മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നമുക്ക് ശരിയായ ഒരു സമർപ്പണമില്ലാത്തത് കൊണ്ടും നമ്മുടെ ഹൃദയം ആ പ്രാർത്ഥനയോട് ചേർന്ന് ഒരുക്കപ്പെടാത്തത് കൊണ്ടുമാണ് പലപ്പോഴും മിക്ക പ്രാർത്ഥനകളും വെറും ഒരു പ്രാർത്ഥനയായിട്ട് മാത്രം അവശേഷിച്ചു പോകുന്നതെന്ന് കാണാനായിട്ട് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ചെന്ന് പല കാര്യങ്ങളും ശുശ്രൂഷകളും ക്ലാസ്സുകളും ഒക്കെ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വസ്തുത, ഏറ്റവും അലക്ഷ്യമായിരിക്കുന്നൊരു സമയം ഈ പ്രാർത്ഥനയുടെ സമയമായിരിക്കും. ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകും, ഒരു കൂട്ടം ആളുകൾ കടന്നു വരും, മറ്റൊരു കൂട്ടം ആളുകൾ അവിടെ എന്തോ വലിയ കുറിപ്പുകൾ എഴുതുന്നു, മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നു. ഇനി ഒന്നുമല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ അവിടെ മൊബൈലിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അവരുടേതായ നിലയിലുള്ള എന്തൊക്കെയോ തിരക്കുകളാണ്. പ്രാർത്ഥനയുടെ സമയം ശരിയായ ഒരു ലക്ഷ്യമില്ലാത്ത ഒരു സമയമായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രസംഗം കേൾക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു ശ്രദ്ധ പോലും പലപ്പോഴും പ്രാർത്ഥനയ്ക്കില്ലാതെയായി പോകുന്നത് പല സ്ഥലത്തും കാണാനായിട്ട് കഴിയും. കുറ്റം പറയല്ല, മറ്റ് സമൂഹത്തിലൊക്കെ ചെന്ന് അവർ പ്രാർത്ഥനയ്ക്കായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ഒരു കുഞ്ഞും എഴുന്നേറ്റ് പോകുകയില്ല, അവിടെ ആരും അകത്തോട്ട് കഴിവ് വരികയില്ല, അവിടെ ഒരു അലക്ഷ്യതയില്ല. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ ദൈവദാസൻ അല്ലേ സഹോദരി സഹോദരന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർന്ന് പിൻ ചെയ്ത് അവരൊരുമിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചെന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നാം അറിയാതെ നമ്മുടെ നാവ് ചലിച്ചുകൊണ്ടേയിരിക്കും. നാം അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രം ഉയരും. നാം അറിയാതെ നമ്മുടെ കണ്ണുകളും ജലാർദ്രമാകും. കാരണം അതാണ് ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്നെ ഭരിച്ചൊരു വസ്തുത ഇതാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല് മുഴുവനൊന്ന് മാറണം. അതല്ല പ്രാർത്ഥന. ദൈവവചനത്തിൽ പറയുന്ന പ്രകാരം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കിയുള്ളവർ കണ്ണടച്ചിരിക്കുന്നു, അതല്ല പ്രാർത്ഥന. അത് കേവലം ഒരു കർമ്മം മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവവചനത്തിൽ നോക്കുക, വളരെ ഷോർട്ടായിരിക്കും, വളരെ ലഘുവായിരിക്കും, പക്ഷെ ആ സ്പോട്ടിൽ തന്നെ മറുപടി കിട്ടുന്നതുമായിരിക്കും. കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കർത്താവിന്റെ ദാസൻ 1-2 സെന്റൻസ് അവിടെ പ്രാർത്ഥിച്ചുള്ളൂ, പക്ഷെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവിടെ വലിയൊരു അത്ഭുതം നടന്നു. കർത്താവ് സംസാരിച്ച ഓരോ വാക്കുകളും വലിയൊരു പ്രഭാഷണമായിരുന്നില്ല, ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക്. ദൈവദാസന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ വലിയ നീണ്ട പ്രാർത്ഥനയായിരുന്നില്ല, ഷോർട്ട്, പക്ഷേ അത് വലിയ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു കുട്ടിയോട് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച ആ കുട്ടി തീരുമാനിച്ചു, ഞാൻ ഇനി മുതൽ പ്രാർത്ഥിക്കും. അവൾ വീട്ടിൽ ചെന്ന് ഒരല്പസമയം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ചില മാസങ്ങൾ ആ നിലയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ കറക്റ്റ് ടൈം അവൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചില ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ രീതി ആകെ ഒന്ന് മാറി, അവളുടെ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറി.
അവളുടെ പരീക്ഷയുടെ മാർക്കിന് അല്പം കൂടെ ഒരു ഉയർച്ച ലഭിച്ചു. അവരുടെ ശാരീരികമായ പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം സംഭവിച്ചു. അത് ക്രമേണ സംഭവിച്ച ഒരു മാറ്റമാണ്. മറ്റുള്ളവർ പറഞ്ഞു, നിനക്കെന്തോ ഒരു മാറ്റമുണ്ടല്ലോ, നിനക്കെന്തു പറ്റി? പഴയ നീ അല്ലല്ലോ ഇത്. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ശക്തി അത് നമ്മെ ചെയ്യുന്നത് ഒറ്റയടിക്കങ്ങ് രൂപാന്തരപ്പെടുത്തുകയല്ല, മാജിക് കാണിക്കുന്നത് പോലെ അല്ല. ക്രമേണ നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുകയും നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ക്രമേണ നമ്മെ വിടുതൽ നൽകി നാം ഒരു മറ്റൊരു വ്യക്തിയായിട്ട് പുതിയൊരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ശക്തി. ഇനിയും എത്ര സ്ട്രോങ് പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പറയാം, 1-2 ദിവസം പ്രാർത്ഥന തടസ്സപ്പെട്ടാൽ 3-ാം ദിവസം പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊരു ഒരുക്കവും ഉണ്ടാകുകയില്ല. കാരണം 2 ദിവസം തടസ്സപ്പെട്ടു, 3-ാം ദിവസം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, പല തിരക്കുകളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടാട്ടെ. കാരണം പ്രാർത്ഥനയുടെ ആത്മാവ് വിട്ടുപോയി. അതിൻ്റെ എതിരാത്മാവ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. നീ പ്രാർത്ഥിക്കരുത്, നീ പ്രാർത്ഥിച്ചാൽ ഇവിടെ അത്ഭുതങ്ങൾ നടക്കും, നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. എപ്പോഴും ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെക്കും, നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ഒരു ക്വസ്റ്റ്യൻ മാർക്കും താഴെ ഇട്ട് വെക്കും. അതിൻ്റെ അർത്ഥം, പക്ഷേ നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? അത് വസ്തുതയാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവിടെ അത്ഭുതം നടക്കും, പക്ഷേ പ്രാർത്ഥിക്കുന്നില്ല. അതാണ് ദൈവം ചോദിക്കുന്നത്, എന്തുകൊണ്ട്? ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വേദഭാഗമാണ് 81-ാം സങ്കീർത്തനം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് 81-ാം സങ്കീർത്തനം. അതിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കുക. അതിൽ ഒരു വാക്യം മാത്രമാണ്, ഒരു ആശയം മാത്രമാണ്. 81-ാം സങ്കീർത്തനം 10-ാം വാക്യം നമുക്കറിയാവുന്ന വേദഭാഗം. എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ദൈവവചനം പഠിക്കുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ വ്യാഖ്യാനിക്കാം. ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ ഒരുമാതിരി അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ വ്യാഖ്യാനങ്ങളാണ്. പക്ഷെ എന്താ ദൈവം ഇവിടെ പറയുന്നത്? നിന്റെ വായ് തുറക്കുക, ഞാൻ ഇതിനെ നിറയ്ക്കും. നീ വായ് തുറന്നു പിടിച്ചോളൂ, ഞാൻ ഭക്ഷണം വന്ന് ആ പ്ലേറ്റിൽ എല്ലാ കൂട്ടാനും കറിയും കൂട്ടി ഉരുട്ടി റെഡിയാക്കി നിന്റെ വായിലേക്ക് വെച്ച് തരാം. അങ്ങനെയാണോ ഇവിടെ പറയുന്നത്? കിളികളെ നിങ്ങൾ നോക്കുക. മുട്ട വിരിഞ്ഞ് ആ കൂട്ടിൽ 3-4 കിളികളുണ്ടെങ്കിൽ അത് കണ്ണ് തുറന്നിട്ടില്ല, കണ്ണടച്ചിരിക്കും. അത് കുഞ്ഞുങ്ങളാണ്. ആ തള്ളക്കിളി എവിടുന്നെങ്കിലും ചെന്ന് എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ അത് പറന്നവിടെ വന്നിരിക്കുമ്പോൾ ഈ കിളികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുഞ്ഞു കിളികൾ അതിൻ്റെ വായ് എത്രത്തോളം തുറക്കാമോ അത്രത്തോളം തുറന്നിരിക്കും. 4 കിളിയുണ്ടെങ്കിൽ ആ 4 കുഞ്ഞുങ്ങളും എത്രത്തോളം അതിൻ്റെ വായ തുറക്കാമോ അത്രത്തോളം തുറന്നിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത്രയും വാ തുറക്കത്തില്ല. എന്നാൽ അതിൻ്റെ ചെറിയൊരു ഓപ്പണിങ് മതി. പക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഓപ്പണിങ്ങാണ്. കാരണം അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പം വലിയൊരു ഭക്ഷണമായിരിക്കും, ചെറുതായിരിക്കും. നഷ്ടപ്പെട്ടു പോകരുത്, ആ ഭക്ഷണം നഷ്ടപ്പെട്ടു പോകരുത്. അത് എൻ്റെ വായിൽ തന്നെ കൊള്ളണം. ചിലപ്പോൾ അതിൻ്റെ വായി കൊള്ളാത്തൊരു ഭക്ഷണമാണെങ്കിൽ അതും നഷ്ടപ്പെട്ടു പോകരുത്. എന്താ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്? നിന്റെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ വാ തുറക്കുക. എന്തിനൊക്കെ വാ തുറക്കാം? ഒന്നാമത് നമ്മൾ പറയും, എന്തിനാ? ഭക്ഷണം കഴിക്കാൻ വാ തുറക്കും. അതവിടെ നിൽക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെന്തിനു വാ തുറക്കും? സംസാരിക്കാൻ വാ തുറക്കും. സംസാരം പല രീതിയിലുണ്ട്, ഞാനതെല്ലാം വിട്ടു. ദൈവസന്നിധിയിൽ വായ് തുറക്കുവാൻ ദൈവം പറയുന്നത്, ഒന്ന്, ദൈവത്തോട് സംസാരിക്കാൻ നിന്റെ വായ് തുറക്കണം. 2, ദൈവത്തെ കുറിച്ച് സംസാരിപ്പാൻ നിന്റെ വായ് തുറക്കണം. ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തെ കുറിച്ച് സംസാരിപ്പാനും വായ് തുറക്കണം. അത് എത്രത്തോളം തുറക്കണം? ഭക്ഷണത്തിന് തുറക്കുന്നതിനേക്കാൾ അത് തുറക്കണം. ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തെ കുറിച്ച് സംസാരിപ്പാനും എത്രയും വായ് തുറക്കാമോ എന്ന് പറഞ്ഞാൽ വായങ്ങ് ഓപ്പൺ ആക്കണം എന്നല്ല, എത്രത്തോളം സംസാരിക്കാമോ നീ അത്രത്തോളം സംസാരിക്കണം. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. നീ ദൈവത്തോട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആ പ്രാർത്ഥന നിർത്തിക്കളയരുത്. സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നീ തീരുന്നത് വരെ, ആ വാക്കുകൾ തീരുന്നത് വരെ ദൈവം നിന്നോട് കേട്ട് നിന്റെ അടുക്കലുണ്ടാകും. നീ ദൈവത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. കാണുന്നവരോടും അടുത്തു വരുന്നവരോടും മാക്സിമം ആളുകളോട് നീ കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക.
അത് നിന്റെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട സമയമായിരിക്കും. അപ്പോൾ മൂന്നാമത്, ഭക്ഷണത്തിനായിട്ട് നീ വാ തുറക്കുമ്പോൾ നീതിമാന്റെ മക്കൾ അപ്പത്തിനിരക്കുന്നത് കണ്ടിട്ടില്ല. നീ ഈ രണ്ട് കാര്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വായി തുറന്നാൽ നീ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ കഴിക്കേണ്ടുന്നത് ദൈവം ഒരുക്കി തരും. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എപ്പോഴും അതൊരു അതിശയമായിട്ട് ചിന്തിക്കും. മരുഭൂമി എന്ന് പറയുന്നത് മണലാരണ്യമാണ്, ചുട്ടുപഴുത്ത മണലാണ്. അത് രാത്രി ചെന്നാലും ആ ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അന്തരീക്ഷത്തിനും ഒരു ചൂടുണ്ടാകും. പക്ഷേ ഇസ്രായേൽ ജനത്തിന് ദൈവം ഭക്ഷണം കൊടുക്കുവാൻ ആരംഭിച്ചപ്പോൾ വളരെ ഒരു നമ്മുടെ നാടൻ മല്ലിയുടെ വണ്ണത്തിലുള്ള ഒരു സാധനമാണ് കൊടുക്കുന്നത്, മന്ന. ഇത് അതുകൊണ്ടാണ് വായിക്കുന്നത്, ഇത് കൊത്തമ്പാലരി പോലെ ഇരിക്കുന്നു. ഇത് കൊടുക്കുമ്പോൾ ആ മണ്ണിലിട്ട് കൊടുത്തതല്ല ദൈവം, മണ്ണിൽ ഭക്ഷണം എറിഞ്ഞു കൊടുത്തതല്ല ദൈവം. നിങ്ങളവിടെ വായിക്കുന്നെങ്കിൽ ഇങ്ങനെ മനസ്സിലാകും. പ്രഭാതത്തിൽ ദൈവം ആ ഭവനത്തിന് മുമ്പിൽ അവിടെ മാത്രം മഞ്ഞുകൊണ്ടുള്ളൊരു പാളി ഒരുക്കി, ഒരു മഞ്ഞിന്റെ ഒരു പാളി ദൈവം അവിടെ ഒരുക്കി. അതിൻ്റെ മുകളിൽ മന്ന വെച്ചിട്ട് ദൈവം അവരോട് പറയാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ വന്ന് പറക്കിക്കൊള്ളണം. കാരണം ഈ മഞ്ഞ് തണുത്ത് വെള്ളമായി ഇത് മണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് നീ പറക്കിക്കൊള്ളണം. ദൈവം എന്താ ചെയ്തത്? മാന്യമായിട്ടൊരു പ്ലേറ്റ് വെച്ച് ആ പ്ലേറ്റിനകത്ത് ഭക്ഷണം വെച്ച് കൊടുത്തു. എന്ന് പറഞ്ഞാൽ മഞ്ഞിനകത്ത് വെച്ച് കൊടുത്തു. നമ്മൾ ഇങ്ങനെ പറയാം, നല്ല ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് ആ ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഞാൻ പറഞ്ഞ അളവിന് നിങ്ങൾ പറക്കിയെടുത്തോണം. എന്നാൽ നേരം വെളുക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തോട് അപേക്ഷിക്കണം. രാവിലെ ഈ മഞ്ഞിന്റെ പാളിയും അതിന് മുകളിൽ ഭക്ഷണവും ഉണ്ടാകും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ചുട്ടുപഴുത്ത മണലിന്റെ മുകളിൽ എങ്ങനെ മഞ്ഞുണ്ടാകും? ഞാനതാണ് പലപ്പോഴും ചിന്തിച്ചത്. ഈ ചുട്ടുപഴുത്ത മണലിന്റെ മുകളിൽ എങ്ങനെ മഞ്ഞ് ഇവര് പറക്കുന്ന സമയം അത്രയും ഉണ്ടാകും? ദൈവം അത് ഒരുക്കി വെക്കും. തൻ്റെ മക്കളുടെ ആവശ്യം നിറവേറുന്നത് വരെ അവർക്ക് വേണ്ടി മഞ്ഞോ മഴയോ വെള്ളമോ ഒരുക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പക്ഷേ നീ ചെയ്യേണ്ടുന്നത് നിന്റെ വായി ദൈവത്തിന് വേണ്ടിയും ദൈവത്തോടും തുറന്നുകൊണ്ടേയിരിക്കുക. ഇനി ഞാൻ ആ ഭാഗത്തേക്കൊന്ന് വരട്ടെ. നിങ്ങൾ നോക്കുക, 10-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. 14-ാം വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ അങ്ങനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ആശയം അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, 10-ാം വാക്യത്തിൽ നിന്റെ വായു വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ ഇതിനെ നിറയ്ക്കും. 91-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം, തൃപ്തി വരുത്തും നിനക്ക്. അതാണ് ആശയം. ഞാൻ നിറയ്ക്കുമെന്നുള്ളതിന് മറ്റൊരു ഭാഷാന്തരം, നിന്റെ വായിക്ക് തൃപ്തി വരുത്തും. മതി, അല്പം കൂടെ മതി, വീണ്ടും അല്പം കൂടെ, നിനക്ക് തൃപ്തി വരും. ആ തൃപ്തി നിനക്ക് തരും. എവിടെയൊക്കെ ആ തൃപ്തി തരുന്നതെന്ന് നോക്കിയേ. 14-ാം വാക്യത്തിൽ, ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കും. ദൈവത്തിന് വേണ്ടി ദൈവത്തെക്കുറിച്ച് ശബ്ദം നീ ഉയർത്തിയാൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവനോട് ദൈവം പറയാം, നിന്റെ ശത്രുക്കളെ നിനക്ക് കീഴടക്കുമാറാക്കും. ഞാൻ അത് ചെയ്യും. എൻ്റെ ശത്രുക്കളോട് ഞാൻ എങ്ങനെ പെരുമാറണം? സമയം കിട്ടുമ്പോൾ പ്രതികരിക്കണം. പറയാൻ പറ്റുന്ന സമയത്ത് 2 വാക്ക്. ഇതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. പ്രതികരിക്കാൻ നമുക്ക് അനുവാദമില്ല. ശത്രുവിനോട് ഉപദ്രവിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് അനുവാദമില്ല. ശത്രുവിനെ കുറിച്ച് മറ്റുള്ളവരോട് ദോഷം പറയാൻ നമുക്ക് അനുവാദമില്ല. മറിച്ച് നിന്റെ ശത്രുക്കളെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ച് അവരോട് പറയാൻ മനസ്സുണ്ടെങ്കിൽ, കർത്താവിനോട് സംസാരിപ്പാൻ നിന്റെ വായു ഉയർത്തിയാൽ, നിന്റെ ശത്രുക്കളെ നിന്നോട് കീഴടക്കുമാറാക്കി അവർ നിന്റെ അടുക്കൽ വന്നിട്ട് പറയും, സഹോദര സഹോദരി ക്ഷമിക്കണം, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്, ക്ഷമിക്കണം. അല്ലെങ്കിൽ താങ്കൾ ഒരു ദൈവ പൈതലാണ്, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലായെന്ന് മനസ്സിലാക്കുന്നു, ഞാൻ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം. നിന്റെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ ദൈവം കീഴടക്കുമാറാക്കും. 1. രണ്ടാമതോടെ വായിക്കും നോക്കുക, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കും. അവരുടെ വൈരികളുടെ, എൻ്റെ ശത്രുക്കളുടെ നേരെ ദൈവം കൈതിരിക്കും. ദൈവത്തിന് സ്തോത്രം. 1, ശത്രുക്കളെ നിനക്ക് കീഴടക്കും. എന്നാൽ ചില ശത്രുക്കൾ പറയും, ഞാൻ കീഴടങ്ങുകയല്ല, ഞാൻ വീണ്ടും അവനെ ഉപദ്രവിക്കും, വീണ്ടും അവനെ നശിപ്പിക്കും. കർത്താവ് പറയാണ്, അവർക്കെതിരെ നീ ഒന്നും ചെയ്യരുത്. നീ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എൻ്റെ കൈ അവർക്കെതിരെ തിരിയും. ഇനി ഒരിക്കലും അവരെ കാണാതെ, നിങ്ങൾ അവരെ കാണാതെ ഞാൻ അവരെ നശിപ്പിച്ചു കളയും. ഇസ്രായേൽ ജനത്തിന്റെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ദൈവം ചെയ്ത പ്രൂണിംഗ് ആണത്. കട്ട് ചെയ്ത് കളഞ്ഞ അനുഭവമാണ്. എന്തൊക്കെ സംഭവിച്ചു?
അവിടെ ഉപദ്രവിച്ചവരെ, എതിരായി നിന്നവരെ, പ്രവർത്തിച്ചവരെ, കർത്താവിനെതിരെ തിരിഞ്ഞവരെ, വിഗ്രഹാരാധന നടത്തിയവരെ ദൈവം ഓരോ സമയത്ത് അവരെ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ അവരെ നശിപ്പിക്കും. അവസരങ്ങൾ കൊടുത്തു. തുയത്തൈര സഭയോട് കർത്താവ് യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ, ഇസബേൽ എന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നു, അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ഞാൻ അവസരം കൊടുത്തിട്ടും അവൾ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. സഭയോട് പറയാ, സഭയെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഭയെ നടത്തുന്നവരോട് പറയാ, നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നത് കൊണ്ട് തുയത്തൈര സഭയോട് പറയാണ്, അവരുടെ മക്കളെ അമ്മമാരുടെ മുമ്പിൽ വെച്ച് ഞാൻ കൊന്നുകളയും. അവരുടെ തലമുറകളെ മാതാപിതാക്കൾക്ക് മുമ്പേ നശിപ്പിക്കും. ഒരു വലിയ ന്യായവിധി ദൈവം അവരുടെ മേലയക്കും. ഇവിടെ വായിക്കുന്നു, നിന്റെ ശത്രുക്കളെ കുറിച്ച് നീ ദൈവത്തോട് വായ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ ശത്രുക്കൾക്കെതിരെ കൈതിരിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം. അനേക അനുഭവങ്ങൾ ഓർമ്മ വരുന്നു, നമുക്ക് സമയമില്ല. മൂന്നാമത് 15-ാം വാക്യത്തിൽ നോക്കുക, യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങും. ഇനി നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മൾ പറയുന്ന ഉപദേശം അംഗീകരിക്കത്തില്ല. നീ പറയുന്ന തെറ്റ്, അങ്ങനെയല്ല, അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞ് നമ്മളെയും നമ്മുടെ വിശ്വാസത്തെയും നാം വിശ്വസിക്കുന്ന കർത്താവിനെയും നമ്മൾ കൂടി വരുന്ന സഭയെയും ഉപദ്രവിക്കുകയും എതിരായി പറയുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും, അത് യഹോവയ്ക്കെതിരെ സംസാരിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. എന്താ അവിടെ കർത്താവ് പറയുന്നത്? യഹോവയെ പകയ്ക്കുന്നവർ പോലും കീഴടങ്ങി നിൽക്കത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കും. അതും ചരിത്രമുണ്ട്. 3 ബാലന്മാരെ തീയിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അവരുടെ അസ്ഥി പോലുമില്ല, ചാരമെങ്കിലും കാണാമെന്ന് പറഞ്ഞ ഒരു മഹാനായ ചക്രവർത്തി അവിടെ വന്ന് നോക്കിയപ്പോൾ ആളുകളോട് ചോദിക്കുക, നമ്മൾ 3 പേരെയല്ലേ അതിനകത്ത് ഇട്ടത്, ആ 4-മത്തവൻ അവിടെ ആരാ? ഞാൻ ഇങ്ങനെ അവിടെ ചിന്തിച്ചു, ആ 4-മത്തവൻ ആരാണെന്ന് അവിടെ അറിയേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ നിന്നാ ചോദിക്കും, എന്ത് ചോദിക്കും? എടാ, ഇന്നലെ ഇട്ട ഇവര് ഇതുവരെ കരിഞ്ഞു പോകാത്തത് എന്താ? അതല്ലേ ചോദിക്കേണ്ടത്. 4-മത്തത് ആരോ ആകട്ടെ, ഇവരെന്തുകൊണ്ട് തീ പിടിച്ചില്ല, ഇവരെന്തുകൊണ്ട് കത്തിക്കരിഞ്ഞു പോയില്ല, അതല്ല ചോദിച്ചത്. ആ 4-മത്തവൻ ആരാ എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾക്കൊരു സ്വസ്ഥത തരത്തില്ല. പക്ഷേ അവിടെ മരിച്ചു കിടക്കുന്ന ഇവന്മാരെ ഏതാ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവരെ കൊണ്ടിട്ട പട്ടാളക്കാരാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താ ചെയ്തത്? നിനക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുകയും തീയുടെ ഉള്ളിലാണെങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ നിങ്ങളെ സൂക്ഷിക്കുവാൻ ഞാൻ മതിയായവനാണ്. പക്ഷേ നീ ദൈവത്തോട് വായ തുറക്കണം. വീണ്ടും അവിടെ വായിക്കുന്നത്, ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. നിൽക്കും എന്നല്ല വായിക്കുന്നത്, ഇവർക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. 2 ആശയമുണ്ട്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അവരുടെ ന്യായവിധിയുടെ ദിവസം ഞാൻ കുറച്ചുകൂടെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ മലയാളത്തിന്റെ അർത്ഥം ഇങ്ങെടുക്കുക, അവർക്കൊരു ശുഭകാലം ഉണ്ടായിരുന്നു, നല്ലതായിട്ട് സന്തോഷത്തോടെ ജീവിക്കാവുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ അവര് ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നേക്കും ഇനിയും നിൽക്കുകയില്ല. അവരുടെ ശുഭകരമായ ജീവിതം, ശുഭകരമായ കുടുംബജീവിതം, ശുഭകരമായ ഒരു വിദ്യാഭ്യാസ ജീവിതം, ശുഭകരമായ ഒരു ജോലി, ഇതൊക്കെ നല്ല വീട്, നല്ല സൗകര്യങ്ങൾ, ശുഭമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരിങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ആ കാലഘട്ടം മുറിച്ചു കളഞ്ഞു, കാലഘട്ടം ചെറുതാക്കി കളഞ്ഞു. അതുകൊണ്ട് വേഗത്തിൽ അവർ നശിച്ചു പോകും. എന്നാൽ മറുവശം ദൈവസന്നിധിയിൽ വായു തുറക്കുന്നവന് എന്താ ദൈവം പറയുന്നത്? ആയുസ് കൊണ്ടും ജീവിതം കൊണ്ടും ദിവസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും ദൈവം അവന് തൃപ്തി വരുത്തും. ഒരു കാര്യം കൂടെ അവിടെ വായിക്കുന്നത് നോക്കുക, 16-ാമത്തെ വാക്യത്തില്, അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വാതുറക്കുന്നവനോട് ദൈവം പറയാം, നിനക്ക് കോതമ്പ് തരുമെന്നല്ല പറഞ്ഞ, പിന്നെ മേത്തരമായ റേഷൻ കടയിൽ ചെന്ന് വാങ്ങിക്കുന്ന അരിയൊന്നും അല്ല ഇവിടെ കിട്ടുന്നേ. ഏറ്റവും മേത്തരമായത്, ഒരു ഫസ്റ്റ് ക്വാളിറ്റിയേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം നിനക്ക് തരും. ദൈവം നിനക്ക് തരും. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ച സ്ഥലം കനാൻ. അവിടെ വായിക്കുന്ന എന്താ? പാലും തേനും ഒഴുകുന്ന ദേശം. അവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട്, ആടുകളുണ്ട്, കറക്കാൻ ആരുമില്ല. അവത്തുകൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പാല് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എത്ര കറന്നെടുത്താലും മതിയാകാത്ത പാൽ അവിടെ ഉണ്ട്. പോയി അനുഭവിച്ചോളൂ. തറ കുഴിക്കുമ്പോൾ, പുരേടം കളയ്ക്കുമ്പോൾ, മരം വെട്ടുമ്പോഴെല്ലാം തേനാണ്. തേൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ദൈവം ആ പ്രദേശം ഒരുക്കി കൊടുത്തു. അവിടെ വായിക്കുന്നത്,
ഒരു തണ്ട് ആ ഫലം അല്ലെങ്കിൽ ഒരു തണ്ട് പഴങ്ങൾ 2 പേര് തോളേക്ക് വെച്ചോണ്ട് വരേണ്ടി വരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു കൊല മുന്തിരിപ്പഴമാണെന്ന് കരുതുക. ഒരു കൊല മുന്തിരിപ്പഴം എത്രയും വരും? അങ്ങേയറ്റം പോയാൽ ഇത്രയും വരും. പക്ഷെ അവിടെ വായിക്കുന്നത് 2 പേര് തോളെ ചുമന്നുകൊണ്ട് വരിക, ഒരു കൊല മുന്തിരിപ്പഴം. അങ്ങനെ ഒരു മുന്തിരിപ്പഴം കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ദൈവം തൻ്റെ ദാസന്മാർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച സ്ഥലത്തിൻ്റെ മഹത്വം അതാണ്. ദൈവത്തിന് സ്തോത്രം. മേത്തരമായ കോതമ്പ് കൊണ്ട് ഞാൻ നിങ്ങളെ പോഷിപ്പിക്കും. പലപ്പോഴും പല ദൈവമക്കളും പറയും, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാ സഹോദര, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണം, നേരം വെളുത്ത് ഭക്ഷണം ഒരുക്കണം. പലപ്പോഴും ഒന്നുമില്ല. ഞങ്ങളൊക്കെ വയനാട്ടിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. ആ കുഞ്ഞുങ്ങൾ വെറും പൊടിക്കുഞ്ഞുങ്ങൾ. ഒന്നുമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു സാധനം ഇല്ലാത്ത ദിവസങ്ങൾ. അപ്പോഴെല്ലാം ആരോടും ഒന്നും ചോദിക്കുകയില്ല, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഭക്ഷണം തരുവാൻ നീ മതിയായ ദൈവമാണ്. അപ്പോഴൊക്കെ നമ്മളെ അറിയാത്ത, ഞങ്ങളറിയാത്ത സഹോദരന്മാർ വിളിക്കും, ഒന്ന് വീട്ടിലോട്ട് വരണം. അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആവശ്യത്തിലധികം സാധനങ്ങൾ നിറച്ചിട്ട് പറയും, കൊണ്ടുപോക്കോളൂ. ഇത് 2 ദിവസമായി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഭക്ഷണം ഉണ്ടായിരുന്നു. ഇത് തീരുന്നത് വരെ ദൈവം വെയിറ്റ് ചെയ്തിട്ട് വിളിച്ചു, തീർന്നല്ലോ, ഇനി ഇന്നാ നീ കൊണ്ടുപോക്കോളൂ. ദൈവം മേത്തരമായ കോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പിക്കും. അടുത്തത്, പാറയിൽ നിന്നുള്ള വെള്ളം എന്നല്ല പറഞ്ഞത്. ഇസ്രായേൽ ജനത്തിന് പാറയിലെ വെള്ളം കൊടുത്തെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവനോട് പറയാ, പാറയിൽ നിന്ന് നിനക്ക് തേൻ തരുവാനും ഞാൻ മതിയായ ദൈവമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി എന്താ നമുക്ക് മടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ? ഇത്രയും നന്മ ദൈവം തന്നിട്ട് ഇതിൽ ചിന്തിച്ചു നോക്കിയാൽ എല്ലാവിധമായ കാര്യങ്ങളുമുണ്ട്. ഭക്ഷണമുണ്ട്, ആവശ്യമായ സകലതുമുണ്ട്. കർത്താവ് പറയുന്നു, നീ ദൈവസന്നിധിയിൽ വിസ്താരമായി നിന്റെ വായൊന്ന് തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. ഇത്രയും കാര്യങ്ങളിൽ, ഏതാണ്ട് 6-7 കാര്യങ്ങളിൽ കർത്താവ് അവിടെ നിറയ്ക്കും. ഏറ്റവും അവസാനം 16-ാം വാക്യത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നുണ്ടോ, നിനക്ക് തൃപ്തി വരുത്തും. ഈ കാര്യങ്ങളിലെല്ലാം നിനക്കൊരു തൃപ്തി. നമ്മൾ പറയുമല്ലോ, കഴിച്ചു വയറ് പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം. ദൈവത്തിന്റെ ദാനം അനുഭവിച്ച് മതിയേന്ന് പറയുന്ന തൃപ്തി നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നെഹമ്യാവ് ദേവാലയത്തിന്റെ മതിൽ പണിക്ക് പോയി. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ കിസ്ലേവ് മാസം മുതൽ നീസാൻ മാസം വരെ ഏതാണ്ട് 4 മാസം. കിസ്ലേവ് മാസത്തിൽ അവൻ കരയാൻ തുടങ്ങി. നീസാൻ മാസത്തിൽ രാജാവ് ചോദിച്ചു, നിന്റെ മുഖത്ത് എന്താ ഇത്ര പ്രശ്നം? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, രാജാവിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവനൊരു അടിമയാണ്, ഇവിടെ ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, പക്ഷേ പാനപാത്രവാഹകനാ. പക്ഷേ രാജാവ് ചോദിക്കും, എന്താടാ നിന്റെ മുഖത്തൊരു മടുപ്പ്? എന്താ ചോദിച്ചതെന്നറിയാമോ? പാനപാത്രവാഹകൻ രാജാവിന് പാനപാത്രം കൊടുക്കുന്നവനാ. ഈ പാനപാത്രവാഹകന്റെ മൂടൊന്ന് മാറിയാൽ രാജാവിന് പേടി വരും. കാരണം രാജാവ് കുടിക്കേണ്ട പാനപാത്രത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അബദ്ധമാരാ, രാജാവിന് മരണം സംഭവിക്കും. അതുകൊണ്ട് രാജാവ് ഇവന്റെ മുഖത്തെ ഒന്ന് നോക്കും, എന്തു പറ്റി നിന്റെ മുഖത്ത്? ഒന്നുമില്ല. എന്നാലും അല്ല, നീ പറഞ്ഞിട്ടേ ഞാൻ വീഞ്ഞു കുടിക്കുന്നുള്ളൂ, പേടിയാ ഇതിനകത്ത് എന്തെങ്കിലും ഇടുമോ? കാരണം അന്യജാതിക്കാരനാ, ഈ ജാതിക്കാരനും അല്ല, ഇവരൊക്കെ വേറെ ദൈവങ്ങളുടെ ആൾക്കാരാ, വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ പറ, നിന്റെ മുഖത്ത് എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, രാജാവല്ല ചോദിച്ചത്, ദൈവം അദ്ദേഹത്തിലൂടെ ചോദിക്കുക. അവസാനം പറഞ്ഞു, ഞങ്ങളുടെ അവിടെ നാട്ടിലെ ഞങ്ങളുടെ അവിടെ ഇതെല്ലാം ഇങ്ങനെ നശിച്ചു കിടക്കുക രാജാവേ, ഒന്ന് പണിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 4 മാസത്തെ അവിടെ വായിക്കും. 1-ാം അധ്യായം നാം വായിക്കുന്നത്, 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ഇരുന്ന് കരഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, ഞാൻ വായ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4 മാസം പ്രാർത്ഥിച്ചിട്ട് 4-ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ രാജാവ് പെർമിഷൻ കൊടുക്കുകയാണ്, നീ പൊക്കോളൂ, നിനക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്, പൊക്കോ. 4 മാസം വാ തുറന്നപ്പോൾ ഒരു വലിയ ദേവാലയത്തിന്റെ മതിൽ പണിയാനുള്ള ഒരു നന്മ ദൈവം അവർക്ക് കൊടുത്തു. തീർന്നില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് വന്നു നമുക്കറിയാം. എത്ര ദിവസം അവർ ഒരുമിച്ച് കൂടിയിരുന്നു അവിടെ? ഏകദേശം 10 ദിവസത്തോളം. മൊത്തം കർത്താവ് 40 ദിവസം ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു. 10 ദിവസം അവർ ഒരുമിച്ച് കൂടി പുറത്തു പോകാതിരുന്ന് പ്രാർത്ഥിക്കുക. 10 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പേടിച്ചൂറിയായിരുന്ന പത്രോസ് എഴുന്നേറ്റ് നിന്ന് ദൈവവചനം പ്രസംഗിച്ചു. അന്ന് 3000 ആളുകൾ. 10 ദിവസത്തെ പ്രാർത്ഥന, 4 മാസത്തെ പ്രാർത്ഥന. ഇതൊക്കെ നീണ്ട പ്രാർത്ഥനകളാണ്. പക്ഷേ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതിനേക്കാൾ ചെറിയ പ്രാർത്ഥനകളുണ്ട്.
പ്രിയ ദൈവമക്കളെ, നമുക്കൊരു 10 ദിവസമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മരണം വരെ ദൈവസന്നിധിയിൽ വായ തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ, സ്തോത്രം, നിന്നെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവം ഇന്ന് നമ്മോടുകൂടെയുണ്ട്. ഒരു കുടുംബം പ്രാർത്ഥനയ്ക്കായിട്ട് പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രയോജനം കിട്ടുമെങ്കിൽ, ഒരു ഓപ്ഷൻ അറിയില്ല, ഞങ്ങളുടെ വിഷയങ്ങൾ 1, 2, 3, 4 പ്രാർത്ഥിക്കണം. അവരോട് മറുപടി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കണം, നിങ്ങളും വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് നിങ്ങളെയും സൗഖ്യമാക്കുവാൻ മതിയായ ദൈവം, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അവരോട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, എന്താ മറുപടി എന്ന് എന്നോട് പറയണം. മാതാപിതാക്കൾ അവളുടെ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, മകളെ, പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഈ ദൈവത്തെ കോപിപ്പിച്ചു നീ പോയാൽ ദൈവം വഴിയിൽ പിടിച്ചിടുന്ന ദൈവമാ, ദൈവം വഴിയിൽ പിടിച്ചിടും, തിരിച്ചു വരുവാൻ കഴിയാതെ ശിക്ഷ വിധിക്കുന്ന ദൈവമാ. ഒരു കുഴപ്പമില്ലാത്ത നിന്നെ ഈ ആശുപത്രിയുടെ മുറിയിൽ ഇത്രമാത്രം അപകടാവസ്ഥയിൽ കൊണ്ടുവന്നത് മറ്റാരുമല്ല, അദ്ദേഹം പറഞ്ഞ ദൈവമാ. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ മകൾ ഒരു രാത്രിക്ക് ശേഷം ആ മാതാപിതാക്കളോട് ചോദിച്ചു, ആ പറഞ്ഞത് ശരിയാണെങ്കിൽ നമുക്ക് ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാൽ സൗഖ്യമാകുവാൻ കഴിയുമെങ്കിൽ ആ ദൈവം മതി അമ്മേ നമുക്ക്. ദൈവത്തിന് സ്തോത്രം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കും. ചില നാളുകളോട് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്ക് സൗഖ്യമാകുന്നു, കാലിന്റെ പ്രയാസം മാറുന്നു, ആരോഗ്യം ലഭിക്കുന്നു. നിങ്ങൾ പറയുന്ന കർത്താവിനോട് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കും. 10 ദിവസത്തെ പ്രാർത്ഥന, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് അവിടെ വരിക. 4 മാസത്തെ പ്രാർത്ഥന, ദൈവം അവിടെ അത്ഭുതം സംഭവിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിവിടെ അവസാനിപ്പിക്കുക. എന്നാൽ ഞാനൊരു നെഗറ്റീവ് കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ ആ വിഷയം പൂർണ്ണമാകുകയല്ല. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുന്ന എന്തുവാണെന്നറിയാമോ? നമ്മൾ പറയും വീട്ടുജോലി, അതൊന്നുമല്ല, അതൊക്കെ മാറ്റിവെക്കാം. പ്രാർത്ഥനയ്ക്ക്, ശരിയായ ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടാതായി പോകുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ മനസ്സിന്റെ താളപ്പിഴകളാണ്. അല്ലെങ്കിൽ പറയാൻ പറ്റുമോ, മനസ്സൊന്ന് താളപ്പിഴ വന്നാൽ നമ്മുടെ സ്ഥിരം ആ പ്രാർത്ഥനയുടെ സ്റ്റൈല് വിട്ടുപോകും. പിന്നെ പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം ഇരിക്കും, എന്തായാലും ആ വിഷയം അത് കയറി കഴിഞ്ഞു. എന്നാലും അത് കാരണം മനസ്സ് താളം തെറ്റിപ്പോയി, മനസ്സ് തകർന്നു പോയി, മനസ്സൊന്ന് വ്യതിചലിച്ചിരിക്കുന്നു. അത് വെച്ച് എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതങ്ങോട്ട് ആ പ്രാർത്ഥനയുടെ ഭവ്യതയിലേക്ക് എത്തുകയില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, സദൃശവാക്യം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും, സ്തോത്രം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ശലോമോൻ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വിചാരപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞു പോകും. പൗലോസ് എഴുതുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ സമർപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ദൈവവചനം എഴുതി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഒരു പ്രാർത്ഥനയോടുകൂടെയാ. ആമേൻ. കർത്താവായ യേശുവേ, ഒരു പ്രാർത്ഥനയോടെ അവസാനിക്കുക. ദൈവമക്കളെ, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കും. നമ്മുടെ കുറവുകൾ, ബലഹീനത കർത്താവ് അറിയുന്നുണ്ടെങ്കിലും സമയം കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ വായ തുറക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. അല്പനേരം കർത്താവിൻ്റെ സന്നിധിയിൽ വായ തുറക്കുക. ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറയാം, എൻ്റെ പ്രാർത്ഥന അത്ഭുതം പ്രവർത്തിക്കും. അതെപ്പോഴും എഴുതി ഒരു പേപ്പർ മുമ്പിൽ വെച്ചേക്കണം. എപ്പോഴും അത് നോക്കിക്കൊണ്ടിരുന്നോണം. വിഷയങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആ പേപ്പർ എടുത്ത് വായിക്കണം. നിന്റെ പ്രാർത്ഥന അത്ഭുതം ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ വൈ? മടി കാണിക്കരുത്, മനസ്സിടിഞ്ഞു പോകരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. സകലതും ആ തമ്പുരാന്റെ പാദത്തിലേക്ക് ഏൽപ്പിക്കും. ഒരു സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 2 മെയിൻ കഥാപാത്രം, കർത്താവും സ്ത്രീയും. പരീശന്മാരും മറ്റാൾക്കാരെല്ലാം ഉണ്ട്. അവരുടെ കയ്യിലെല്ലാം കല്ലുണ്ട്. ഒരാൾ മരിക്കാൻ എത്ര എറിയണം? എറിയാൻ അറിയാവുന്നതിന് ഒറ്റ എറിഞ്ഞാൽ മതി. പണ്ട് അനുഭവം ഉണ്ടല്ലോ, ഒരു മല്ലൻ വീണെങ്കിൽ പിന്നെ എറിയാൻ അറിയാവുന്നതിന് ഒറ്റ കല്ലെറിഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു 100 പേര് കല്ലും കൊണ്ട് വന്നിരിക്കും. ഒരുത്തൻ്റെ ഒരു മിനിമം 10-15 കല്ലുണ്ട്. ഇത് എറിയാൻ വന്നല്ലെന്നേ, ഇത് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ ഇവൾക്ക് മനസ്സിലായി, കർത്താവ് മുമ്പിലുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ഒരു കല്ല് പോലും ആമേൻ എൻ്റെ ദേഹത്ത് വീഴുകയില്ല. എന്താ സംഭവിച്ചത്?
അവളും കുനിഞ്ഞിരിക്കുന്നു, കർത്താവും കുനിഞ്ഞിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. കർത്താവ് ചോദിക്കുക, മകളെ, അവർ നിന്നെ ന്യായം വിധിച്ചില്ല? ഇല്ല. അടുത്ത മറുപടി എന്താ? എന്നാ പിന്നെ ഞാൻ ന്യായം വിധിക്കാം, അതല്ലേ രീതി? ഈ പാപത്തിന് ന്യായം വിധിച്ചാൽ മതി. ആവർത്തന പുസ്തകം 22-ാം അധ്യായം. ഇങ്ങനെയുള്ള തെറ്റ് കാണുന്നവനെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലണം. അടുത്തത്, ഇങ്ങനെ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ദോഷം അകറ്റി കളയണം. അപ്പോൾ മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു വലിയ ദോഷമായി പോയി. പ്രമാണം അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് ന്യായം വിധിക്കാതിരിക്കാൻ തരമില്ല, ഞാൻ ന്യായം വിധിക്കുക. കർത്താവ് പറഞ്ഞില്ല. എന്താ അവിടെ കർത്താവ് പറഞ്ഞത്? ഞാനും നിന്നെ ന്യായം വിധിക്കുന്നില്ല. അടുത്തത്, പോകാം, ഇനി നീ പാപം. രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മെ ന്യായം വിധിക്കുന്ന ദൈവമാണ്, ശരി, പക്ഷെ അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റു പറയാം. ഇപ്പോൾ കല്ലെൻ്റെ തലയിൽ വീഴുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ ഇരുന്നപ്പോൾ വീണില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമാണ് അവളുടെ മേൽ വീണത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവിനെ കൊല്ലാനാ പ്ലാൻ, ഒറ്റയടി അടിച്ചാൽ പോരായിരുന്നു, മരിച്ചേനെ. അറിയാവുന്ന ഒറ്റ കുത്തുകുത്തിയാൽ പോരെ, മരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ശരിയായി ഒരു കല്ലെറിഞ്ഞാൽ മതി, കർത്താവ് മരിക്കുമായിരുന്നു. എന്തിനാ കർത്താവിൻ്റെ ശരീരം ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്? എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അതങ്ങനെ ആകണമായിരുന്നു. അതെല്ലാം അനുഭവിച്ചിട്ട് വേണമായിരുന്നു നമ്മുടെ നാഥനും മരണം അനുഭവിക്കാൻ. അതും അനുഭവിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അങ്ങ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, മക്കളെ, ഞാൻ വരും നിങ്ങളുടെ അടുക്കൽ, ഞാൻ വേഗം വരും, പോയതുപോലെ തന്നെ വരും. കൂട്ടത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിപ്പേൻ, എനിക്ക് വേണ്ടി കാത്തിരിപ്പേൻ, ഞാൻ അയക്കും പരിശുദ്ധാത്മാവിനെ. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. മാനസാന്തരപ്പെടണം. വെളിപ്പാട് പുസ്തക സഭകളോട് പറയാം, മാനസാന്തരപ്പെടണം. വീണ്ടും സങ്കീർത്തനം 81:10, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. ഒരു കാര്യം കൂടെ, ആരുടെ മുമ്പിലും കൈനീട്ടാൻ ഇടയാകരുത്. പണക്കാരും ധനവാന്മാരും ലോട്ടറി അടിച്ചവരും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നേ, കൈനീട്ടാനിടയാകരുത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നീതിമാന്റെ മക്കൾ അപ്പത്തിനിരക്കുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതിനൊക്കെ ഇരക്കാമെന്നല്ല, ഒന്നിനും ഇരക്കരുത്. ദൈവത്തിന് മുമ്പിൽ കൈനീട്ടുക. ദൈവമേ, ഇതിനെ നിറച്ച് നീ തരണം. എനിക്കൊരു ഇല്ലായ്മ വന്നതിനും ദൈവത്തിന് സ്തോത്രം, എന്നെ തൃപ്തിപ്പെടുത്തുന്നതിനും ദൈവത്തിന് സ്തോത്രം. ഓരോ പ്രതികൂലങ്ങളും ഓരോ കഷ്ടതകളും നന്മയ്ക്കായിട്ട്. ഒരു പട്ടാളക്കാരൻ പറഞ്ഞ ഒരു കഥ, അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു, ആളുകൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കഥ ഇങ്ങനെയാണ്, ചരിത്രം ഇതാണ്: ഞാൻ പട്ടാളത്തിലായിരുന്നപ്പോൾ ഒരുപാട് മുറിവുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഒരുപാട് അടികൾ ഏറ്റെടുത്തിട്ടുണ്ട്, ബുള്ളറ്റിൻ്റെ മുറിവുകൾ, ഒരുപാട് മുറിവുകൾ ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ അടി ഏൽക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരും, വലിയ ബുദ്ധിമുട്ട്, മനസ്സ് മടിക്കും, ആകെ പേടിച്ച് വെപ്രാളം. പക്ഷേ ആ അടിയുടെ ചൂടങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ശരീരം അടുത്ത അടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആദ്യത്തെ അടിക്കേ ഉള്ളൂ പ്രശ്നം, രണ്ടാമത്തെ അടി പ്രശ്നമില്ല, പിന്നെ അങ്ങോട്ടുള്ളൊന്നും പ്രശ്നമില്ല. പിന്നെ എൻ്റെ ശരീരത്തിൽ എത്രത്തോളം ഉപദ്രവങ്ങൾ ഞാൻ ഏറ്റുവോ അതെല്ലാം വീണ്ടും വീണ്ടും ഞാനൊരു പട്ടാളക്കാരനായി മരിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായിരുന്നു. ഇന്ന് രാത്രി നമുക്കും ഇങ്ങനെ പറയാം, കർത്താവേ, നീ തരുന്ന ശോധന വേദന നന്മയെന്ന് നാളുകൾ കഴിഞ്ഞിടുമ്പോൾ ഞാൻ തിരിച്ചറിയും. ഓരോ കഷ്ടതകളും വേദനകളും അടുത്ത ദിവസത്തെ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായി തീരട്ടെ. പാട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങേ കരയിൽ നിന്ന് നാം നേടിയത് എന്തെന്ന് എണ്ണം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ അനിവാര്യതയെക്കുറിച്ച്, പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് വളരെ വിശാലമായ നിലയിൽ നമുക്ക് കേൾക്കാൻ ദൈവദാസനിലൂടെ ഇടയായി. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ഞായറാഴ്ച വീണ്ടും നമുക്ക് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പിരിഞ്ഞു പോകാം. ഇപ്പോൾ പ്രിയ ജേക്കബ് അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ രക്ഷിതാവ്, നിങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് തൃപ്പാദത്തിലിരുന്ന് കർത്താവെ, നിൻ്റെ സ്വരം കേൾപ്പാൻ തക്കണ്ണം കർത്താവെ കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ വായകൾ തുറന്ന് കർത്താവെ
നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും കർത്താവെ എന്നെ ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവവുമാണെന്ന് ഞാൻ കേൾക്കുവാൻ സാധിച്ചതിനായി സ്തോത്രം. ഞങ്ങളെപ്പോഴും കർത്താവെ നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ സംതൃപ്തി പ്രാപിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നവരായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ എപ്പോഴും ഉണ്ട്. കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങളെക്കാൾ അധികമായിട്ട് അറിയുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിനെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കുടിയേറവനായിട്ട് നന്ദി കർത്താവെ. കർത്താവെ അനേകർക്ക് ഇത് ഉപകാരപ്രദമാകുവാൻ തക്കവണ്ണം കർത്താവെ ഈ ദേശത്ത് നടക്കുന്ന വേലയെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ ഞായറാഴ്ച ദിവസങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിൻ്റെ സംസാരം കേൾപ്പാനും കർത്താവ് അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവെ അനേകർക്ക് കർത്താവ് സഹായിക്കണം. കർത്താവെ TBFൻ്റെ എല്ലാ വേലകളെ അനുഗ്രഹിക്കണം. ആദരത്തിൽ കൂടെ കർത്താവെ രോഗികൾക്ക് കൊടുക്കുന്ന ശുശ്രൂഷ അനുഗ്രഹിക്കണം. ഇതെല്ലാം ദൈവതിരുനാമത്വത്തിനായി എത്തിച്ചേരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവ് അവിടെ പുലാനുള്ളേ നടക്കുന്ന ബൈബിൾ കോളേജിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ പല സഹോദരന്മാർ അവിടെ വന്ന് വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്തവർ തിരിച്ചു പോകുമ്പോൾ കർത്താവെ നിൻ്റെ വചനം അവിടെ എല്ലാവരും പ്രഖ്യാപിപ്പാനും കർത്താവെ അവിടെയുള്ള ജനത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പാനും തക്കവണ്ണം കൃപയരുളുമാറാകണം. കർത്താവെ അവിടെ വേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും ഞങ്ങൾ അറിയുന്നു. കർത്താവെ അവർ എല്ലാ ഒരു വ്യത്യാസം വരുവാനും കർത്താവെ അവിടെ ഉള്ളവർ കർത്താവിനെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കർത്താവ് കൊണ്ടുവരണം. അങ്ങനെ അധികമായിട്ട് കർത്താവെ നിൻ്റെ മഹത്വം നമ്മുടെ ദേശം മുഴുവൻ അങ്ങോളം ഇങ്ങോളം വിളങ്ങുവാനും കർത്താവിനെ അധികമായിട്ട് പ്രകീർത്തിക്കുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഇനി കൂടി വന്നവരെ എല്ലാം കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കർത്താവെ ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും മീറ്റിങ്ങുകളെയും എല്ലാം അനുഗ്രഹിക്കണം. കർത്താവെ തിരുവനന്തപുരം പട്ടണത്തിലുള്ള എല്ലാ പ്രാദേശിക സഭകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഐക്യബദ്ധത്തിലും സ്നേഹത്തിലും കർത്താവെ ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുള്ള സംസാരം ഞങ്ങളുടെ പ്രവൃത്തിയെല്ലാം ക്രിസ്തുവിനോട് അനുയോജ്യമായിട്ടുള്ളതായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവെ തിൻ്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ അക്സ എന്ന പേര് പറഞ്ഞ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ നല്ല വൈദ്യനും ശുശ്രൂഷകനുമായിരിക്കുന്ന ഈ സ്തോത്രം ആ മകൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. ആ കുടുംബത്തോട് കർത്താവ് കരുണ തോന്നണം. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹവും കർത്താവിൻ്റെ കൃപയും അനുഭവിപ്പാൻ തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വചനം തന്നതിൻ്റെ ദാസനെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കർത്താവിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ടതായ എല്ലാ കാര്യങ്ങളിന്മേലും നമ്മളെ എല്ലാ ആവശ്യങ്ങളിന്മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.